കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡെസേർട്ട് കൂടിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു പാത്രത്തിൽ ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് അര ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ അരിപ്പൊടിയാണ്, നമ്മുടെ പത്തിരിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. ഇനി അതിനെ വാട്ടിയെടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ച് നല്ല പാകമാക്കി എടുത്തതിന് ശേഷം അതിൽ നിന്നും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളെടുത്ത് ബോൾ രൂപത്തിലോ തിരി രൂപത്തിലോ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. സൈസ് ഇതിനേക്കാളും കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. അങ്ങനെ മുഴുവൻ മാവും ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ അല്പം നെയ്യ് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കിസ്മിസും അണ്ടിപ്പരിപ്പും മൂപ്പിച്ചെടുക്കണം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾ കണക്കാക്കി എടുത്താൽ മതി. ഇനി അതിനെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ വറുത്ത് കോരി മാറ്റി വെക്കണം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായി നുറുക്കിയെടുത്തതും കൂടി ഇട്ട് കൊടുത്ത് അതിനെയും ഒന്ന് ഗോൾഡൻ കളറിൽ വറുത്ത് കോരി എടുക്കണം. കരിഞ്ഞു പോവരുത്. ഇനി അതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്കൊരു ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തിരികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മാവിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് ആവശ്യത്തിന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതും പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പഴം കൂടി ഇട്ട് കൊടുക്കാം. പഴം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ മാത്രമേ പാടുള്ളൂ, അധികം വെന്ത് പോവരുത്. ഇനി ഇതിനെ ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം തിളയ്ക്കുന്ന സമയത്ത് തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂസും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.